ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഷെയർ ആക്കുന്ന ഒരു റെസിപ്പിയാണ് കൽത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ ഷോപ്പിൽ നിന്നെല്ലാം വാങ്ങുന്ന അതേ രീതിയിൽ നമുക്ക് വീട്ടിൽ നിന്നെല്ലാം 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ട് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫസ്റ്റായിട്ട് കാണുന്നവരെല്ലാം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കണും പ്രസ് ആക്കുക. ഇനിയിപ്പോൾ ഇതാ കൽത്തപ്പം റെഡിയാക്കിയിട്ട് എടുക്കാം. അതിനായിട്ട് ഞാനിതാ 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. കയമ്മ റൈസ് ഇനി ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇതാ പച്ചരിയാണ് എടുത്തത്. ഇത് നന്നായിട്ട് കഴുകിയിട്ട് 5-6 മണിക്കൂർ സ്റ്റോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് ഇതിൻ്റെ തൊട്ടേക്ക് നന്നായിട്ട് കഴുകി വെച്ച പച്ചരി ഇട്ട് കൊടുത്തിട്ട് ബോയിൽഡ് റൈസും 2-3 ടീസ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതാ ഒരു 5 ടീസ്പൂണ് ബോയിൽഡ് റൈസ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തത് പൊന്നിയരിൻ്റെ ബോയിൽഡ് റൈസ് ആണ്. ഇപ്പോൾ ഇതാ നമ്മൾ ഫ്ലേവറിനനുസരിച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ഏലക്കൻ്റെ പൊടിയോ ഏലക്കയോ അതും ഇട്ട് കൊടുക്കാം കേട്ടോ. നെക്സ്റ്റ് ഇതാ ശർക്കര പാനി റെഡിയാക്കിയിട്ട് എടുക്കാം. നെക്സ്റ്റ് ഇതാ 3 ക്യൂബ്സ് ശർക്കര എടുത്തിട്ടുണ്ട്. വെള്ളം എന്നിട്ട് ഇതാ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മെൽട്ടാക്കിയിട്ട് എടുക്കാം. ഇപ്പം ഇതാ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അതിൻ്റെ അകത്തോട്ടേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ ഒരു കപ്പിലാണ് പച്ചരി എടുത്തത്. ഈ ഒരു മിക്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ഇതാ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കലാണ്. നെക്സ്റ്റ് ഇതാ നേരത്തെ റെഡിയാക്കി വെച്ച ശർക്കരേൻ്റെ പാനി ചൂടോട് കൂടി തന്നെ ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് ശർക്കരേൻ്റെ പാനി ഇതിലോട്ടേക്ക് ഒഴിക്കുമ്പോഴും നമ്മളൊരു സ്പൂണ് ഒരു കയ്യിൽ പിടിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അരി വെന്ത് പോകാനായിട്ട് പാടില്ല. മിക്സ് ചെയ്തിട്ട് പതിയെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഇതാ ഈ ഒരു മിക്സിലോട്ടേക്ക് ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. നെക്സ്റ്റ് ഇതാ സ്റ്റൗമിലേക്ക് പ്രഷർ കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതാ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇതാ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ വെല്ലുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും ആഡ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ഇതാ ആ ഒരു ബാറ്ററി ഇതിൻ്റെ അകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഈ ബാറ്ററി ഒഴിച്ചു കൊടുക്കാം. നെക്സ്റ്റ് ഇതാ കുക്കറിൻ്റെ അടുപ്പ് ഇട്ട് കൊടുത്തിട്ട് വിസിൽ ഊരി വെക്കാം. ഒരു 30 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ കൽത്തപ്പം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിതാ ഒരു നൈഫ് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇതുണ്ടല്ലോ പെർഫെക്റ്റ് റെസിപ്പിയാണ്. കൽത്തപ്പം ഉണ്ടാക്കിയിട്ട് റെഡി ആകത്തോലെ ഈ ഒരു രീതിക്ക് എന്തായാലും ട്രൈ ആക്കിയിട്ട് നോക്കാം. സോഫ്റ്റായിട്ട് നല്ല ആരെല്ലാം എടുത്ത് ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേ ഒരു രീതിക്കാണ് ഇത് ഉള്ളത്. അപ്പോൾ ഇതുവരെ ട്രൈ ആക്കാത്തവർ ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് കമൻസിൽ പറയട്ടെ. ബൈ ബൈ.